Hi friends, let me ask you a few things regarding English language. Why don't you speak English even though you have completed your professional career? Why don't you have enough confidence to attend an interview? Why don't you pass exams like IELTS, OET, etc. even though you have tried many times and many ways? Why? You may have umpteen reasons for all these questions to give us yes. But we tell you only one reason for all these questions, only one. That's the foundation, only the foundation. We cannot build up anything in our life or profession without a proper foundation. So, you will get the foundation through us in your first attempt that you don't get from anywhere else. Therefore, we would like to introduce a unique method of learning the English language without tears. Dear friends, I am a Keralite. All my colleagues are Keralites. So we teach English language the way we studied our mother tongue. Now, I want to say something in Malayalam regarding English teaching. പലരും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ മാതൃഭാഷയുടെ സഹായത്തോടു കൂടി മറ്റൊരു ലാംഗ്വേജ് പഠിക്കുക അസാധ്യമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മാതൃഭാഷയുടെ സഹായത്തോടു കൂടി നമുക്ക് ഏതൊരു ലാംഗ്വേജും അനായാസേന പഠിച്ചെടുക്കാൻ സാധിക്കും. അതിന് കാരണമായിരിക്കുന്നത് ഏതൊരു ലാംഗ്വേജും പഠിക്കുവാൻ വേണ്ടി ഒന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് നമ്മളുടെ കേൾവിശക്തിയാണ്. 99.9% നമ്മളുടെ കേൾവി കൊണ്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. നമുക്കറിയാമല്ലോ, ജന്മന അന്ധരായിട്ടുള്ളവർ എന്തെങ്കിലും കണ്ടിട്ടാണോ അവർ സംസാരിക്കാൻ പഠിച്ചത്? ഒരിക്കലുമല്ല. എന്നാൽ നമുക്ക് കാഴ്ചശക്തിയും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റായി. ഉദാഹരണമായി, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ്, അതാ ഒരു ആന പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ആന എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാഴ്ചയില്ലാത്ത ഒരാളിനെ നമ്മൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ചില ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. എന്നാൽ കേൾവിയും കാഴ്ചയുമുള്ള ഒരാൾ ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ലാംഗ്വേജ് ഉപയോഗിച്ച് മറ്റേതൊരു ലാംഗ്വേജും നമുക്ക് പഠിക്കാം. നമ്മളുടെ മാതൃഭാഷയുടെ സഹായത്തോടു കൂടി മറ്റൊരു ലാംഗ്വേജ് പഠിക്കുവാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുവാൻ കഴിയില്ല എന്ന് ഇവർ പറയുന്നതിന്റെ കാരണം, ആദ്യമേ നമ്മളുടെ മാതൃഭാഷയിൽ ചിന്തിച്ചു, അതിനുശേഷം ആ കാര്യം ഇംഗ്ലീഷിൽ ചിന്തിച്ചു, അതിനുശേഷം അത് പറയണം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഈ കൂട്ടർ പറയുന്നത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ഏത് കാര്യം പഠിക്കണമെങ്കിലും അത് പഠിക്കുന്നതിന് മുൻപ് ആ കാര്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ നമ്മൾ ഏതൊരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. അതിനൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സ് പഠിച്ചത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ നമ്മൾ എണ്ണാൻ പഠിച്ചു. പക്ഷേ അങ്ങനെ എണ്ണാൻ പഠിച്ചതുകൊണ്ട് ആ നമ്പേഴ്സിന്റെ അർത്ഥം മുഴുവനും നമ്മൾക്ക് മനസ്സിലായോ? ഒരിക്കലുമില്ല. നമ്മൾ ആ നമ്പേഴ്സ് എണ്ണാനേ പഠിച്ചുള്ളൂ. എന്നാൽ ആ ഓരോ നമ്പറിന്റെയും അർത്ഥം പഠിക്കുന്നത് നമ്മളെപ്പോഴാണ്? നമ്മളെ പഠിപ്പിച്ച ടീച്ചർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് കാണിച്ചു. അപ്പോൾ നമ്മൾക്ക് 1ന്റെ അർത്ഥം മനസ്സിലായി. 2 എന്ന് പറഞ്ഞിട്ട് 2 ഡിവൈസ് കാണിച്ചു. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി 2ന്റെ അർത്ഥം എന്താണെന്ന്. അതുപോലെ ഏതെല്ലാം നമ്പേഴ്സ് നമ്മളെ പഠിപ്പിച്ചുവോ അതിനനുസരിച്ചുള്ള ഡിവൈസ് കാണിച്ചപ്പോൾ ഓരോ നമ്പേഴ്സിന്റെയും അർത്ഥം നമ്മൾക്ക് മനസ്സിലായി. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ഇംഗ്ലീഷിൽ നമ്പേഴ്സ് പഠിക്കുകയാണ്. മലയാളത്തിലുള്ള അക്കങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിലുള്ള അക്കങ്ങൾ പഠിക്കുകയാണ്, നമ്പേഴ്സ് പഠിക്കുകയാണ്. ടീച്ചർ 1 എന്ന് പറഞ്ഞിട്ട് 1 എന്ന് പറഞ്ഞാൽ പോരെ? ഒരു ഡിവൈസ് കാണിക്കേണ്ട കാര്യമുണ്ടോ? 2 എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞാൽ പോരെ? 5 എന്ന് പറഞ്ഞിട്ട് 5 എന്ന് പറഞ്ഞാൽ പോരെ? 5 ഡിവൈസ് കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിനായ കാര്യം. അതിന് നമ്മൾ ഏത് ലാംഗ്വേജ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ അനവധി ഉദാഹരണങ്ങൾ ഈ മേഖലയിൽ എനിക്ക് പറയുവാനുണ്ട്. സമയം കൂടുതലാവുന്നതിനാൽ ഞാൻ ചുരുക്കട്ടെ. അതിനാൽ ആരെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യമേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 5 ലെസൺസ് ഉണ്ട്. അത് കണ്ട് വിലയിരുത്തിയതിനു ശേഷം ഞങ്ങളുടെ ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമായാൽ മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. നമ്മുടെ മാതൃഭാഷയുടെ സഹായത്തോടു കൂടി എത്ര ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. ആദ്യത്തെ ഫസ്റ്റ് ലെസണിൽ തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയിരിക്കും. ദെയർ ഈസ് നോ ഡൗട്ട്. ബട്ട് യു ഷുഡ് പ്രാക്ടീസ്, ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നേരിട്ട് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.